സിനിമയിൽ ആ പെണ്ണുങ്ങളെ വേണ്ട, കമ്പനീസിൽ സ്ത്രീകളെ എടുക്കുന്നില്ല. എങ്ങനെ ഒഴിവാക്കാം ജോലിയിൽ നിന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശ്നം സ്ത്രീകളുടെ ആണോ അതോ ഒരു ഭയമാണ്? സ്ത്രീകളുടെയും പ്രശ്നമല്ല, ആണുങ്ങളുടെയും പ്രശ്നമല്ല. ഞാൻ അതാ പറഞ്ഞത്. ഇത് ഒരു പണ്ട് നമുക്ക് ആണുങ്ങളെ പേടിയായിരുന്നു. ആണുങ്ങളെ ഉള്ളത് കൊണ്ട് നമ്മൾ സിനിമയിലൊന്നും വന്നില്ല, അല്ലെങ്കിൽ പൊതു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ അതിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നെല്ലാം നമ്മൾ ഭയപ്പെട്ടിരുന്നു. കാരണം പുരുഷന്മാരെ പേടിയായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ച് സ്ത്രീകളെ എതിർക്കുകയാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നു എന്ന് അവർ വിചാരിക്കും. ഞാൻ പറയുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി നമ്മൾ ഒരു സമൂഹം എന്നുള്ളൊരു മെച്ചുവേർഡ് സമൂഹം എന്നുള്ളതിലേക്ക് കണ്ടെത്തണം. ഇപ്പോൾ നമുക്കില്ല. ഇപ്പോൾ ഒരു ശത്രുതയുടെയും വഴക്കിൻ്റെയും ഒരു വഴിയാണുള്ളത്. നമ്മളത് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് ഒരു സൊസൈറ്റി എന്നുള്ളതിലേക്ക് നമ്മൾ കണ്ടെത്തേണ്ട വഴിയാണ്. എനിക്കതിന് ഉത്തരവൊന്നുമില്ല. ഒരു മെച്ചുവേർഡ് ഒരു സമൂഹം എങ്ങനെയാണ് ആ ഒരു പാതയിലോട്ട് എത്തിപ്പെടേണ്ടത് നമ്മളെല്ലാവരും കൂടെ ആലോചിച്ചെത്തേണ്ട ഒരു വഴിയാണ്. I don't know, this can be very controversial what I'm saying, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവോ? I don't know about toxic feminism, പക്ഷേ there is toxic relationship. നമുക്ക് ബന്ധങ്ങളിൽ നമുക്ക് വൈരാഗ്യം വരാം, പക വരാം, വിഷമം വരാം, ദേഷ്യം വരാം. ഇതിനെ നമ്മൾ നിയമത്തിൻ്റെ ബലം കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ the whole thing can go wrong. ഞാൻ പറയുന്നത് മനസ്സിലാവണം. അത് എന്നെ സംബന്ധിച്ചൊരു കൺസേൺ ആണ്. ഇപ്പം എന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കിപ്പോൾ തോന്നുന്നത് ഐ ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് ടാഗ്. ഐ ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് ടാഗ്. ഞാൻ ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആരുടെ ഭാഗത്താണോ അനീതി അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റണം. അതാണെന്നോ പെണ്ണെന്നോ ഇല്ല. ആരാണോ ഒരു എല്ലാ സിറ്റുവേഷനെയും ഒരു പ്രത്യേക സിറ്റുവേഷനായിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ട് ഇനിയുള്ള കാലത്ത് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒരു ജെനുവിനായിട്ട് എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാതെ സ്റ്റാൻഡ് എടുക്കാൻ ഇനിയത്തെ കാലത്ത് പറ്റത്തില്ല എന്നാണ് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിൽ നിന്ന് പഠിച്ചത്. ഒരു പെണ്ണ് പറഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ വിശ്വസിക്കണം, ഒരു ആണ് പറഞ്ഞതുകൊണ്ട് ഉടനെ വിശ്വസിക്കണം, രണ്ടുമില്ല. ആ സിറ്റുവേഷനിൽ എന്താണ് ശരി തെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ് മനുഷ്യർ. ഒന്നാമത് പഴയ പോലെ ഫാമിലി സപ്പോർട്ടോ ഒന്നുമില്ലാത്ത മനുഷ്യരാണുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് തരം സ്ട്രെസ്സും ടെൻഷനും ഉള്ള IT മേഖലയിലും എല്ലാം ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് തരം ഡെഡ് എൻഡ്സും ഒക്കെ ഉള്ള ഒരു ഭയങ്കരമായ ഒരു സ്ട്രെസ്ഫുൾ ഒരു ലോകത്തൂടെയാണ്. ഞാൻ കോർപ്പറേറ്റ് വേൾഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം അവിടുത്തെ സ്ട്രെസ് എത്രമാത്രം. ഞാൻ അതിൻ്റെ കൂടെ സിനിമയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തല ഇതുവഴി ഡിഷു എന്ന് പറഞ്ഞ് പോകും. അതിനിടയ്ക്ക് നമുക്കൊരു ഫാമിലിയിലെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന ഭയങ്കര തെറ്റായിട്ടായിരിക്കും. നമുക്ക് ആ ഒരു റോങ് ആയിട്ട് ചിലപ്പോൾ നമ്മളോട് അത് അപ്പം തന്നെ അത് ഒരു കേസിലും കാര്യങ്ങളും ആണിനും പെണ്ണും ചെയ്യാമല്ലോ. ഞാൻ പറയുന്നത് ഒരു സമാധാനം ഇല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. അവിടെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ സമാധാനം ഉണ്ടായിട്ട് ഓരോ ഇൻഡിവിജ്വൽ സിറ്റുവേഷനെയും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴി നമ്മളെല്ലാവരും ചേർന്ന് ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കും, ഒരുപാട് ഡ്രഗ്സും അങ്ങനെ മദ്യപാനവും ഒക്കെ സംഭവിക്കും. സിനിമ ഞങ്ങൾ കയറുമ്പോൾ അത്ര സേഫ് സ്പേസ് ആയിരുന്നില്ല. സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കാൻ വരുന്ന കാലത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിനിമ മാറി. ഈ നടിയെ ആക്രമിക്കുന്ന കേസും WCCയുടെ വരവും ഹേമ കമ്മിറ്റിയും സോഷ്യൽ മീഡിയയുടെ വരവും എല്ലാം കൂടെ ചേർന്നിട്ട് മീഡിയയുടെ ഒരു അപ്പഹാനും കൊണ്ട് സിനിമ ഇപ്പോൾ ഐ വുഡ് സേ ഇറ്റ്സ് മച്ച് ബെറ്റർ. പബ്ലിക്കായിട്ടൊന്നും ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിനിമയിൽ. എല്ലായിടത്തും IC ഉണ്ട്. പേടിയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. സ്ത്രീകളെ ഒന്നും അറ്റാക്ക് ചെയ്യാനോ പറയാനോ ഒന്നും പിന്നെ ധൈര്യം ഇപ്പോൾ ഇല്ല. ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. നമ്മളൊരു പേടി വരുമായിരുന്നു നമ്മൾ സെറ്റിൽ നിൽക്കാൻ. നമുക്കൊരു ട്രാപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തില്ലേ എന്നൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു സെറ്റിൽ അഭിനയിക്കാൻ ചെന്നിട്ട് രാത്രി വന്നിട്ട് ഒരാൾ മണിയടിച്ച് വാതിൽ തട്ടി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തൊരു സാധനം തരാനാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പല്ല് തുറന്നു പല്ല് വെച്ചോണ്ട് ഒരാൾ ചാടി ഇത് കെട്ടിപ്പിടിച്ചു. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കുക. ഞാൻ അപ്പോൾ ഇങ്ങനെ തന്നെ നിന്നു. അപ്പോൾ അയാൾ തുറന്നിട്ട് അപ്പോൾ ഞാൻ
തപ്പട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി. പിറ്റേ ദിവസം എനിക്ക് ഉച്ചയ്ക്ക് ഷൂട്ട് കഴിഞ്ഞു. എനിക്ക് വൈകുന്നേരം 7 മണിക്കേ വണ്ടിയുള്ളൂ. ഞാൻ 2 മണിക്ക് പാക്ക് ചെയ്ത് റിസപ്ഷനിൽ പോയി ഇങ്ങനെ ഇരുന്നു. കാരണം എനിക്ക് ആ റൂം ഞാൻ വിറ്റു. കാരണം എങ്ങാനും കയറി വരുമോ എന്നൊരു പേടി. ചിലപ്പോൾ വരില്ലായിരിക്കും, പക്ഷെ പേടി. ഇന്നങ്ങനെ നടക്കില്ല. എൻ്റെ കാര്യം എന്നല്ല ഞാൻ പറഞ്ഞു, ആരുടെയും കാര്യം നടക്കും. നമ്മുടെ മുറിയിലോട്ട് അനുവാദമില്ലാതെ നമ്മളൊരു കോൾ വെച്ച് പ്രൊഡ്യൂസേഴ്സൊക്കെ ഭയങ്കര അലേർട്ടാണ്. പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അവർക്ക് അവരുടെ സിനിമ തീർക്കണം എന്നറിയാം. ഒരു കോളിൽ സിനിമ നിന്നു പോകുമെന്നറിയാം. ഒരു മീഡിയയിൽ ഞാൻ വിളിച്ചാൽ പോരെ, ഒരു കോൾ വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കൂലേ സിനിമ. അലേർട്ടാണ് ആൾക്കാർ. പണ്ടത്തെ അങ്ങനെയല്ല. നമുക്ക് ഒരിടം പറയാനും ഇല്ല. സിനിമാ നടികളെല്ലാം കുഴപ്പമാണെന്നുള്ളൊരു ഇമേജും ഇപ്പം അങ്ങനെയല്ല. നല്ല വ്യത്യാസം. പിന്നെ ആൾക്കാർ വന്ന് ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് താല്പര്യമില്ലേ അങ്ങനെ നിരന്തരം ഒന്നുകൂടിയും അടുത്താളെന്ന് ചോദിക്കുന്നത് എന്താണത്. അതൊക്കെ മാറി. അങ്ങനെയൊന്നും സിനിമയിൽ ഇപ്പം ഇല്ല. നമുക്കൊരു അങ്ങനെയല്ല, കുറച്ച് മോശം പരിപാടിയായിരുന്നു. നമുക്ക് എവിടെ നിന്നാണ് ഒരു സേഫായിട്ടൊരു സ്ഥലം നമ്മൾ നോക്കി നിൽക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ, ഞാൻ ആ ഒരു മേജറായിട്ട് അത് CB മലയിൽ സാറിൻ്റെ ഞാൻ ഹേമ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു തമിഴ് ആക്ടർ അഭിനയിച്ചപ്പോൾ അയാൾ ഗ്രൂപ്പ് ചെയ്ത സമയത്ത് nobody took it seriously. എന്നിട്ട് അതിന് ഒരു കോമഡി, അതിനെക്കുറിച്ചൊരു തമാശയൊക്കെ പറഞ്ഞ്. അപ്പം അത് നമുക്കൊരു അയ്യോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പീപ്പിൾ ആർ വെരി അവെയർ. പണ്ടത്തെ കാലത്താണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനൊരു കമൻ്റൊന്നും പറയില്ല. സിനിമ ആസ് മച്ച് ഭയങ്കര സേഫായിട്ടുള്ളൊരു വർക്ക് സ്പേസായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. 100% മാറിയെന്ന് ഞാൻ പറയില്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് പേടിയാണ് സിനിമയിൽ, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. ഇപ്പം പബ്ലിക് സ്പേസസിലേക്ക് ഇരുന്ന് സ്ത്രീകളെ ഇങ്ങനെ ചീത്ത പറയും. അവനക്ക് ഭയങ്കര കുഴപ്പമാണ്. കാരണം ഇന്ത്യ ചീത്ത പറയും, അങ്ങനെ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹൈക്കോടതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു IT പയ്യൻ ആത്മഹത്യ ചെയ്തല്ലേ. ആ കേസൊക്കെ വന്നപ്പോൾ കോടതിയും ഒക്കെ കുറച്ച് നിയമം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സ്ത്രീ പക്ഷത്തുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡ് ഭയങ്കരമായിട്ട് കൂടും, ആണും പെണ്ണും നമ്മൾ. അത് ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് കുറച്ച് തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് അങ്ങനെ ആവരുത് എന്ന് വെച്ച് ഏതെങ്കിലും നിലയ്ക്ക് ഞാനിത് പറയുന്നത് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു നമ്മളുടെ പേരിലുള്ള ഉപദ്രവത്തിനെ സ്വീകരിക്കണമെന്നോ എടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഒരു അബ്യൂസും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അവിടെ നിർത്തണം. വി ഹാവ് പഴയ കാലമേ അല്ല, ഞങ്ങളൊന്നും ജീവിച്ചിരുന്ന കാലമല്ല. നിയമത്തിൻ്റെ അതിശക്തമായ പിൻബലം നമുക്കുണ്ട്. നോക്കിയാൽ ഞങ്ങളൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങളൊക്കെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അവിടെ നിയമമൊന്നും ആരും എടുക്കില്ല. റേപ്പ് ആര് പറഞ്ഞു റേപ്പാണെന്ന്, അതിൻ്റെ പെനിട്രേഷൻ തെളിയിക്കുക, അത് തെളിയിക്കുക, ഇത് തെളിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം തരം കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഒരു വാക്കൊരു സ്ത്രീകൾ പറഞ്ഞാൽ മതി, ഇവരെന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ നിമിഷം തന്നെ ഹീസ് എ കൾപ്രിറ്റ്. നിയമം പറയുന്നതിന് മുമ്പ്, കോടതി പറയുന്നതിന് മുമ്പ് അയാളെ കുറ്റക്കാരനാക്കുന്ന സമൂഹം തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനെയും വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ വെച്ചില്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഡിവൈഡ് ഭയങ്കര വ്യത്യാസം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വെച്ചാൽ ഹൗ ടു മേക്ക് എ മാൻ നോട്ടീസ് മീ. എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നെ ശ്രദ്ധിപ്പിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് അവരുടെ. ഇപ്പം ഈ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്ത്രീകൾ അനുഭവിച്ചിട്ടേ ഇല്ല. ചുമ്മാ നിന്നാലും വെറുതെ നിന്നാലും ആരെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാ സ്ത്രീകൾക്കും കേരളത്തിലുള്ളത്. നമ്മളിത് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവന്മാരെ ഒന്ന് ശല്യം ഇതാ വരുന്നു, എങ്ങനെ ഇവരെ ഉപദ്രവം മാറ്റാമെന്നുള്ളതാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ എന്നെ ഒന്ന് ശ്രദ്ധിപ്പിക്കപ്പെടാം, എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ അങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ സംസാരിക്കുന്ന നാളെ മറ്റന്നാളെ കുറിച്ചല്ല, മേ ബി ഒരു 10 years later ഈ ഡിവൈഡ് ഭയങ്കര വലുതാവും.